കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതിലെ ശബ്ദത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരണം അതിന്റെ വോയിസ് നിങ്ങൾ കേൾക്കുക. കാരണം അതിലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര പ്രാധാന്യമുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് അവിടെ വീഡിയോ. എന്റെ നമ്പർ ഒന്നുമില്ല. ഓക്കെ, ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം ഒരു തെങ്ങിന് തീപിടിക്കുന്നു. തെങ്ങിന് തീപിടിക്കുന്ന സമയത്ത് ആ വീഡിയോ എടുക്കുന്ന ആൾക്കാരോട് പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒന്ന് വീഡിയോ എടുക്കാതെ ഫയർഫോഴ്സിനെ വിളി. അപ്പോൾ അതിൽ വേറൊരാൾ പറയുന്നുണ്ട്, എനിക്ക് ഫയർഫോഴ്സിന്റെ നമ്പർ അറിയില്ല. പിന്നെ വേറൊരാളോട് ചോദിച്ചപ്പോൾ അയാളും പറയുന്നുണ്ട്, ഫയർഫോഴ്സിന്റെ നമ്പർ അറിയില്ല. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു സർവ്വസാധാരണമായ ഒരു അവസ്ഥയാണ്. കാരണം ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഫയർഫോഴ്സിനെ എങ്ങനെ വിളിക്കാം, ഏത് നമ്പറിൽ വിളിക്കാം എന്നത് പലർക്കും സംശയമാണ്. യഥാർത്ഥത്തിൽ 101 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയും ഫയർഫോഴ്സിനെ കിട്ടാവുന്ന ഒരു നമ്പറാണ് 101. 101 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അവിടെ ഓടിയെത്തും, നിങ്ങൾക്ക് സേവനങ്ങൾ നൽകും. അതുപോലെ പോലീസിന്റെ സഹായമാണ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് 112 അഥവാ 112 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവനം കിട്ടും. ഞാനിത് പ്രത്യേകം ഈ വീഡിയോ ചെയ്യാൻ കാരണം, നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ, വലിയ തോതിലുള്ള ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ പലരും നേരത്തെ ഫയർഫോഴ്സിനെ വിളിക്കാതെ കുറേ കഴിഞ്ഞതിന് ശേഷം ആ ലീക്ക് വളരെ സ്പ്രെഡായതിനു ശേഷമാണ് പലപ്പോഴും നമ്മുടെ സ്റ്റേഷനുകളിലേക്ക് കോൾ വരുന്നത്. അത് നമ്മുടെ ജീവനും അപകടത്തിലാക്കും, അതുപോലെ നിങ്ങളുടെ വസ്തുവകകളും അപകടത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതായത് നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമുണ്ട്. ഒരു അധ്യാപകൻ കിണറിൽ വീണ് കരയിലുള്ള ആൾക്കാരൊക്കെ പരക്കം പാഞ്ഞു ഫയർഫോഴ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ആർക്കും ഫയർഫോഴ്സിന്റെ നമ്പർ അറിയില്ല. ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചുകൂടി, എന്നാൽ ആരും വിളിച്ചില്ല. അവസാനം അവിടെ ഒരു ഫയർ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫയർ എഞ്ചിൻ എത്തുന്നു, ആ അധ്യാപകനെ കരകയറ്റിയതിനു ശേഷം ആരാണ് ഫയർഫോഴ്സിനെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അധ്യാപകൻ ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം കിണറിൽ കിടക്കുന്ന അധ്യാപകനാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. അവിടെ രക്ഷപ്പെടുത്താൻ ഓടിക്കൂടിയ ആർക്കും 101 എന്ന് പറയുന്ന നമ്പർ അറിയില്ലായിരുന്നു. കിണറിൽ കിടന്ന് അപകടത്തിൽപ്പെട്ട അതേ അധ്യാപകൻ തന്നെയാണ് വിളിച്ച് ഫയർഫോഴ്സിന്റെ സേവനം തേടിയത്. ഇതുപോലെ ഞാൻ ജോലി ചെയ്ത തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് അതിരാവിലെ ഒരു പയ്യൻ 101 എന്ന് പറയുന്ന നമ്പറിലേക്ക് നമ്മളെ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് എൻ്റെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിനകത്ത് ലോക്കായി കിടക്കുകയാണ്. അങ്ങനെ ഈ മെസ്സേജ് കിട്ടിയ ഉടനെ നമ്മൾ വണ്ടിയെടുത്ത് ചേറിപ്പാഞ്ഞ് അവിടെ എത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ കണ്ടത് അവൻ്റെ വീടിൻ്റെ അടുക്കള വശം തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുക്കള വശത്തൂടെ സമീപിച്ച സമയത്ത് അവൻ്റെ അമ്മ പുറത്തേക്ക് വന്നിട്ട് നമ്മളെ കണ്ടിട്ട് ആകെ അന്താളിച്ച് നിന്നുപോയി. എന്താണ് സംഭവം എന്നറിയാതെ അവരിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ വന്നതാണ്. ആ സമയത്ത് ആ അമ്മ ചോദിച്ചത്, മകനെ രക്ഷിക്കാനോ? അതിന് എൻ്റെ മകൻ എന്ത് പറ്റി എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അല്ല, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ബേജാറൊന്നും വേണ്ട, അവന് വീടിൻ്റെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, എന്നാൽ നമ്മളൊന്ന് തുറന്നോളാം, നമ്മളിപ്പോൾ തുറന്നേക്കാം എന്ന് കരുതി അവൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവൻ ആ വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു, ഈ റൂമിനകത്താണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയിട്ട് ഈസിയായിട്ട് ആ വാതിൽ തുറക്കുകയും ആ പയ്യനെ പുറത്തെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തമാശ. കാരണം അവൻ്റെ അമ്മ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ അവനോട് ചോദിച്ചു, അല്ല, എനിക്ക് ഈ വീടിൻ്റെ വാതിൽ തുറക്കാൻ പറ്റാത്ത സമയത്ത് നീ നമ്മളെയല്ലേ അറിയിക്കേണ്ടത്, നീ ആദ്യം നമ്മളോടല്ലേ പറയേണ്ടത്, അതിനുശേഷമല്ലേ ഈ ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കേണ്ടത്, കാരണം ഇത്രയും ദൂരത്തുനിന്ന് ഫയർഫോഴ്സ് ഇവിടെ എത്തി, അവർ പറഞ്ഞിട്ടാണോ എൻ്റെ മകൻ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് എന്ന് ഞാൻ അറിയേണ്ടത്. ആ സമയത്ത് അവൻ്റെ അനിയത്തിയും കൂടെ വന്നിട്ട് അനിയത്തിയും പറഞ്ഞു, അല്ല ചേട്ടാ, നിങ്ങൾ എന്ത് വെറുപ്പിക്കുന്നത്, നിങ്ങൾക്ക് നമ്മളോട് പറഞ്ഞുകൂടിയിരുന്നു. ആ സമയത്ത് ആ പയ്യൻ്റെ മറുപടിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ആ പയ്യൻ പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ ഇവിടെ അടുക്കളയിൽ ഉപ്പിൻ്റെ പാത്രമായിക്കോട്ടെ, പഞ്ചസാരയുടെ പാത്രമായിക്കോട്ടെ, അതിൻ്റെയൊക്കെ അടപ്പ് തുറക്കാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ ആദ്യം ഇവളോട് പറയും, അഥവാ അനിയത്തിയെ ചൂണ്ടിയിട്ട് പറഞ്ഞ് ഇവളോട് പറയും. ശേഷം അവൾക്ക് പറ്റാത്ത സമയത്ത് നിങ്ങൾ എന്നോട് പറയും. അഥവാ ഞാൻ ഈ വീട്ടിലെ ഏത് സാധനങ്ങൾ തുറക്കാൻ പറ്റാത്ത വന്നാൽ അതിൽ അവസാനം നിങ്ങൾ സമീപിക്കുന്നത് തന്നെയാണ്. എനിക്ക് ഡോറ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 101 വിളിച്ചു. അവർ വന്നവരിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമ്മളോട് ആ പയ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഏതായാലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ 101 വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിയെത്തും. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.